ഹലോ ഗൈസ്, നമ്മൾ ഗോവയിൽ അവസാനത്തെ ദിവസമാണെന്ന്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് രാവിലെ തന്നെ. ഹലോ ഗൈസ്, രാവിലത്തെ ഗോവയിലത്തെ ഭക്ഷണം 2 പൂരിയും പിന്നെ ഒരു ഇഡ്ഡലി, പിന്നെ KSRൻ്റെ സാധനം എന്തോ ഉണ്ട്, പിന്നെ ഒരു ചായ ഉണ്ട്, പുട്ടുണ്ട്. പുട്ട് ഞാൻ എടുത്തില്ല. ഹലോ ഗൈസ്, നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്, ഒന്നും പറയാനില്ല. പൂരി, പുട്ടുണ്ട്, പിന്നെ ദോശ ഉണ്ട്, പിന്നെ KSR എന്ന സാധനം ഉണ്ട്. അടിപൊളിയാണ്. പിന്നെ ചായ ഉണ്ട്, കോഫി ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ അഗോഡ ഫോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മൾ അഗോഡ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. നമ്മൾ ഇനി ഇവിടുന്ന് ഒരു 1:30 ആകുമ്പോൾ നമ്മൾ അവിടെ കയറണം. അവിടെ ആള് പുല്ലൊക്കെ നനയ്ക്കുകയാണ്. ഈ അഗോഡ ഫോർട്ടിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ കാണുന്നത്. ഡെവലപ്മെൻറ്റ് വർക്ക് ആൻഡ് വിസിറ്റേഴ്സ്. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ഫോർട്ട് എൻട്രൻസ് റൈറ്റിലേക്കാണ്. ഇതാണ് ഇതിൻ്റെ മാപ്പ്. ഇതൊരു വെള്ളം പോകുന്ന സാധനം മാതിരിയാണ്. ഇതിപ്പോൾ രാത്രി ഇപ്പോൾ മഴ പെയ്യുമ്പോൾ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ ചെക്കിങ് ചെയ്യാൻ എൻട്രി ആണ്. ഞങ്ങളിപ്പോൾ കാണുന്നത് ഗോവയിലത്തെ ബീച്ചാണ് കാണുന്നത്. ഇതൊക്കെ ഓരോ ഫോട്ടോ പോസിങ്ങിൻ്റെ സ്ഥലങ്ങളാണ്. Welcome back to my channel. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഗോവയിലുള്ള അഗോഡ ഫോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കുട പിടിക്കാതെ നടക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലാണ് ഇവിടെ. എല്ലാവരും ഇവിടെ തൊപ്പി, കുട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും വന്നത്. തൊപ്പിയും കുടയും ഇല്ലാത്തവരൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇത് കാണാം, കടൽ മരയുടെ സംഭവം കാണാം. നല്ല ലോങ്ങിലൂടെ മറ്റേ ഗോവ കടലാണിത്. അപ്പോൾ ആ ഗോവ കടൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗോവ ബീച്ച്. നമ്മുടെ അഗോഡ ഫോർട്ടിൻ്റെ അവിടെ നിന്നുണ്ടെങ്കിൽ ഗോവ ബീച്ച് ഫുള്ളായിട്ട് കാണാം. കുറേ കപ്പലുകൾ അവിടെ കുറേ ഉണ്ട്, നിർത്തിയിട്ടുണ്ട്. 1, 2, 3 കപ്പൽ അവിടെ ഉണ്ട്. ബോട്ടായിട്ട് പറയുകയാണെങ്കിൽ കുറേ ബോട്ടുണ്ട്. അപ്പുറത്ത് ഒരു സാധനം ഇങ്ങനെ കറങ്ങുന്നത് കാണാം. അത് എന്തോ ഒരു സോളാർ പാനലിൻ്റെ എന്തോ സംഭവമാണ്. ഇതിൻ്റെ മേലെ എഴുതിയുണ്ട് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് എഴുതിയിട്ടുണ്ട്. ഏരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ സാധനം കൊടുത്തിട്ടുള്ളത്.
ശരിക്കും നമ്മുടെ ഈ അഗോഡ ഫോർട്ടിൻ്റെ ഇത് ശരിക്കും ഇന്നലെയായിരുന്നു ശരിക്കും വരേണ്ടത്. ഇന്നലെ കുറച്ച് ലേറ്റായിട്ട് കുറച്ച് ഡിലേ ആയി. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റിയത്. ഈ അഗോഡ ഫോർട്ട് ഇത് കിണറുമാരുള്ളൊരു സംഭവമാണ്. ഇതിലിപ്പോൾ മഴക്കാലത്തൊക്കെ ഇതിൽ വെള്ളം ഉണ്ടാവും. വെള്ളത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നെറ്റ് കമ്പിയൊക്കെ ഇട്ടിട്ട് ആക്കിയത്. ഇപ്പോൾ വെള്ളമൊക്കെ ഫുള്ള് വറ്റിയിരിക്കുന്നു ചൂട് കാരണം. രാവിലെ ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ. ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഇവിടെ. ബാഹുബലി 2 എന്നും പറഞ്ഞിട്ടുള്ള സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നിന്നായിരുന്നു. ഗോവ അഗോഡ ഫോർട്ടിൽ നിന്നായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് മറ്റേ ഈ കാള അതൊക്കെ വന്നിരുന്നത്. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നടത്തണമെങ്കിൽ വേറെ പെർമിഷൻ എടുത്തിട്ട് വേറെ പേയ്മെൻറ്റ് തുക ഇവിടെയൊക്കെ അടച്ചിട്ട് നമ്മളിവിടെ ശരിക്ക് ഈ ഷൂട്ടിങ്ങൊക്കെ നടത്തണമെങ്കിൽ ഈ ആൾക്കാർക്കൊന്നും ഇവിടെ കടക്കാൻ പറ്റില്ല. എൻട്രി റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കും ഇവിടെ. ഫിലിം ഷൂട്ടിങ് ഉള്ളപ്പോൾ മാത്രം വേണ്ടി ആയിട്ട്. അപ്പോൾ ഇവിടെ 1,00,000 രൂപ പേയ്മെൻറ്റായിട്ട് ഇവിടെ കൊടുക്കണമെങ്കിലൊക്കെ ചിലവരിങ്ങനെ കൊടുത്തിട്ട് കയറുന്നവരുണ്ട് ഈ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എത്ര ദിവസത്തേക്കാണോ വേണ്ടത് അതിൻ്റെ ഡബിൾ ഇരട്ടി പൈസ, 1,00,000 ഉള്ളത് 10,00,000 പ്ലസ് GST കൊടുക്കേണ്ടി വരും ഇവിടെ ഷൂട്ടിങ്ങിനായിട്ട്. ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ അഗോഡ ഫോർട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ എക്സിറ്റിലേക്ക് പോവുകയാണ്. പിന്നെ ഇവിടെ വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കുക. ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, ഫ്രീ ആണ്. യെസ്, നമ്മൾ അഗോഡ ഫോർട്ടിൽ നിന്നും നമ്മളിനി വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അഗോഡ ഫോർട്ട് ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് സിംഗൂറ ഫോർട്ടിലേക്കാണ് പോകുന്നത്. ഗോവ ബീച്ചിൻ്റെ അടുത്തുള്ള സിംഗൂറ ഫോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഫോർട്ട് അഗോഡ റിസോർട്ടിൻ്റെ ബോർഡാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമ്മുടെ ലോവർ അഗോ ഫോർട്ടിൻ്റെ നടവരിപ്പാത എന്ന് പറയും. ഇവിടെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇവിടെ സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിലും ഫുള്ള് ബീച്ചിൻ്റെ തന്നെയാണ് കാണുക. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ബീച്ചിൻ്റെ ഉള്ളിലത്തെ കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ കുറേ മദാമ്മമാരൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ കടലിൽ കൂടെ ഓടുന്ന ബോട്ടിൻ്റെ സാധനമാണ്. സ്പീഡ് ബോട്ട് എന്നാണ് ഇതിനെ പറയുക. കുറേ ഇംഗ്ലീഷുകാരൊക്കെ വരുന്നുണ്ട്. അവരോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം എങ്ങനെയൊക്കെയാണ്. ഹലോ ഗൈസ്, വേർ ആർ യു ഫ്രം? അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സിംഗപ്പൂരിൽ നിന്ന് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ ഇതായ കാരണം കടലിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്ന കാരണം വീഡിയോ എടുക്കണ്ട പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തില്ല. അപ്പോൾ അവർ സിംഗപ്പൂരിൽ നിന്നാണ് അവരൊക്കെ വരുന്നത്. ഇത് ഗോവ ബീച്ചിൽ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പിന്നെ മസാജിങ്ങിൻ്റെ സ്ഥലമൊക്കെയാണിത്. ഒരു ലേഡി സ്റ്റാഫിനെ മസാജ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർക്ക് മസാജ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവരോട് അനുവാദം വാങ്ങിയപ്പോൾ അവർ പറഞ്ഞത് ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, കാണുക മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ.
ഇവിടെ അങ്ങനെ വീഡിയോ അല്ല അവിടെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്നില്ല. ബീച്ചൊക്കെ എടുക്കാം, പക്ഷേ അവർ മസാജിങ് ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ല, അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണെന്ന് പറഞ്ഞു. സ്പീഡ് ബോട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറേ ഇംഗ്ലീഷുകാരൊക്കെ ഇരിക്കുന്ന അവിടെ കാണാൻ പറ്റും. ഇത് ഈ ബീച്ചിൻ്റെ പേരെന്താ അറിയില്ല, നല്ല ബീച്ചാണിത്. പിന്നെ ഇത് ആണ് കയറുന്ന സ്ഥലം. ഇത് അഗോഡ ഫോർട്ടിൻ്റെ ഒരു ഇതാണ്, പ്ലാനാണിത്. നമ്മുടെ ഈ അഗോഡ ഫോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. ഇവിടെയാണ് കുറേ ആൾക്കാരൊക്കെ, ഇവിടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ബീച്ചിൽ മസാജിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. റേറ്റൊന്നും എന്താണെന്ന് അത്രയും അറിയില്ല. പിന്നെ ഇതിൻ്റെ അങ്ങോട്ട് കുറേ ഇതുണ്ട്. അങ്ങോട്ട് നമ്മുടെ ഗോവയിൽ വരികയാണെങ്കിൽ മെയിനായിട്ട് ബീച്ച്, ഫോർട്ട്, മ്യൂസിയം ഇതൊക്കെ തന്നെ കാണാറുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ കുറേ ഇംഗ്ലീഷുകാരെ കാണാം, ഇത്ര തന്നെയുള്ളൂ. ഇവിടെ ഈ ഗോവയിൽ വരുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ കുറേ കള്ളന്മാരൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് പേഴ്സ് അടിച്ചു കൊണ്ടുപോകണേ, മൊബൈൽ ഫോൺ അടിച്ചു കൊണ്ടുപോകണ കള്ളന്മാർ. പിന്നെ ഈ ഇംഗ്ലീഷുകാരാണെങ്കിൽ കുറേ ഇംഗ്ലീഷുകാരുണ്ട്. അവരോട് ചില ഇംഗ്ലീഷുകാർ നല്ല സ്വഭാവമായിരിക്കും, ചില ഇംഗ്ലീഷുകാർ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. അവരോട് ചോദിച്ചിട്ട് മാത്രമാണ് എന്തും ചെയ്യാൻ പാടുള്ളൂ. വീഡിയോ എടുക്കുകയാണെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിലും ചോദിച്ചിട്ട് മാത്രമേ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ തൂക്കിയെടുത്ത് ബീച്ചിലേക്ക് ഇടും, കടലിലേക്ക് ഇടും അവർ. അങ്ങനെ പല സ്ഥലത്തും നമ്മുടെ ഈ ലോകത്തിൻ്റെ പല കോണിൽ നിന്നും കുറേ ആൾക്കാരിവിടെ വരുന്നുണ്ട്. സിംഗപ്പൂർ, റഷ്യ, കാനഡ, ഓസ്ട്രേലിയ, സിഡ്നി, ദുബായ്, മലേഷ്യ, അങ്ങനെ പല രാജ്യത്തിൽ നിന്നും കുറേ ആൾക്കാർ ഈ ഗോവ സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്ഥലമാണ് ഗോവ. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ആൾക്കാരും ഇവിടെ ഇത് സ്ഥലങ്ങൾ കാണാൻ, ടൂറിസം ആയതുകൊണ്ട് ഇവിടെ എല്ലാ ആൾക്കാരും ഇവിടെ സ്ഥലങ്ങൾ കാണാൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പബ്ബ്, ബാറ്, കാസിനോ, മസാജ്, സ്പാ ആൻഡ് തെറാപ്പിസ്റ്റ്, പിന്നെ ബീച്ച്, അഗോഡ ഫോർട്ട്, മ്യൂസിയം, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട്. പിന്നെ ഈ ഇംഗ്ലീഷുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരോട് ചോദിച്ചിട്ട് മാത്രം ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അങ്ങനെയൊന്നും ചെയ്യുക. അവരുടെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യരുത്. സമ്മതമില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തൂക്കിയെടുത്ത് കടലിലേക്ക് ഇടും. അവർ വർത്താനൊന്നുമില്ല, അവർ ഒന്നിച്ച് കൂടിയിട്ട് തൂക്കിയെടുത്ത് കടലിലേക്ക് ഇടും. പിന്നെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകരുത്. ഫോട്ടോ എടുക്കണ്ട, വീഡിയോ എടുക്കണ്ട നമ്മൾ പിന്നെ അങ്ങോട്ട് പോകരുത്. പിന്നെ ചില ഇംഗ്ലീഷുകാർ തന്നെ ഇവിടെ കുറേ ആൾക്കാർ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട്, ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട്, സിഗരറ്റ് വലിച്ചിട്ട്, കഞ്ചാവ് അടിച്ചിട്ട്, ലഹരി മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ ഇംഗ്ലീഷുകാരൊക്കെ കുറേ വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ അതാണ് പറഞ്ഞത്, അവരോടൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിപ്പോൾ എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇവിടെ പിന്നെ കുറേ ടാക്സി കാറൊക്കെ ഉണ്ട്. ടാക്സി കാറിനൊക്കെ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല, അതൊക്കെ പിന്നെ വരുമ്പോൾ ചോദിച്ചു നോക്കണം റേറ്റൊക്കെ. നമ്മളെ ഈ ഗൾഫ് പോയ മാതിരി ഈ ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോകുന്ന പരിപാടിക്കാവും ഇവിടെ. നമ്മൾ ഈ മൊബൈൽ ആപ്പിൽ എന്തോ ബുക്ക് ചെയ്യുമ്പോൾ അത് ക്യാബ് മാതിരി ഇങ്ങനെ വരും, അങ്ങനത്തെ സംഭവം തോന്നുന്നു. അത് നമ്മുടെ മൊബൈലിൽ തന്നെ കാണിക്കും, പ്രൈസൊക്കെ നമ്മുടെ മൊബൈലിൽ തന്നെ കാണിക്കും. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഗോവയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. നമ്മൾ രാവിലെ കഴിച്ചോടെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഉച്ചത്തെ ലഞ്ച് കഴിക്കുന്നത്. ഹലോ ഗൈസ്, നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം ഡൈൻ ഡിവൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ തന്നെയാണ്, രാവിലെ കഴിച്ച ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം
ഉച്ചത്തെ ഭക്ഷണം ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. 2 ചിക്കൻ ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, സർലാസ് ഉണ്ട്. ഹലോ ഗൈസ്, നമുക്ക് ഒരു ചോക്കോബാറും കൂടി കൊണ്ട് വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഗോവയിൽ തന്നെ അഞ്ജുന ബീച്ചിലെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ലാസ്റ്റത്തേയും അവസാനത്തേതും മായിട്ടുള്ള ബീച്ചാണ് ഇത്. കണ്ട് ഒരൊറ്റ ബീച്ചിനും കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സമയം തന്നിരിക്കുന്നത് വൈകുന്നേരം 6:30 വരാനാണ് നമുക്കിവിടെ സമയം തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അത്. ബീച്ചിൻ്റെ കുറച്ചും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പശുവിടനൊക്കെ കാണാം. പിന്നെ ഇത് ഒരു ജോളിയൻ ബൈ ദി സീ എന്നിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ അടുത്ത്. പശുവുണ്ട്, നായുണ്ട്. നമ്മുടെ എങ്ങനെയാണ് അഞ്ജുന ബീച്ചിലേക്ക് എങ്ങനെയാണ് ഇറങ്ങുക? സൈഡിൽ കുറേ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അഞ്ജുന ബീച്ച് അടിപൊളി കേട്ടോ. ഇവിടെ കാണുമ്പോൾ തന്നെ കാണാം, നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ അവിടെ. നമ്മളിപ്പോൾ അഞ്ജുന ബീച്ചാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ നല്ല അടിപൊളി റിസോർട്ടുമായിട്ടുള്ള സംഭവം, ഹോട്ടൽ, അതൊക്കെ സൈഡിലുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ ബീച്ച് തന്നെ കാണാനുള്ളൂ. പിന്നെ അങ്ങോട്ട് കുറേ ഉണ്ട്, കുറേ ഇതുണ്ട്. നമ്മളൊക്കെ പോയേക്കൊന്ന്. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ അഞ്ജുന ബീച്ചിൽ നിന്നാണ്, ഗോവയിലുള്ള അഞ്ജുന ബീച്ചിൽ നിന്നാണ് നമ്മുടെ മിസ്റ്റർ ബീൻ്റെ ഒരു പാർട്ടുണ്ട്. അത് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോയിട്ട് കാണാം. അത് കണ്ടവർക്ക് മനസ്സിലാവും. സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോയിട്ട് ഒരു ഇംഗ്ലീഷ്കാരെ അവിടെ ഇരിക്കുന്നത്, എന്നിട്ട് മിസ്റ്റർ ബീൻ അവിടെ ഡ്രസ്സൊക്കെ മാറ്റുന്നത്. അങ്ങനെ മിസ്റ്റർ ബീനെ അറിയില്ല, കണ്ണ് കാണാതെ ആളാണ്. അങ്ങനെ ഒരു സ്ഥലമാണിത്, ആ ലൊക്കേഷനാണിത്. ഇത് അഞ്ജുന ബീച്ചിൻ്റെ കുറച്ച് താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കാണുക. നല്ല വിശാലമായി കിടക്കുന്ന കടൽ. വെയിലില്ലെങ്കിൽ ഇവിടെ നല്ല തണുപ്പാകും. ഇവിടെ രാത്രി നല്ല സുഖമാണ് ഇവിടെ, വെയിലില്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന റിസോർട്ടാണത്. ഹലോ ഗൈസ്, ഇത് അഞ്ജുന ബീച്ചിൻ്റെ അവിടുത്തെ അടുത്തുള്ള റിസോർട്ടുകളാണ് ഇവിടെയൊക്കെ ഇത് കാണുന്നത്. നമ്മുടെ ഗോവയുടെ സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ ലോബ്സ്റ്റർ, കിങ് ഫിഷ്, പിന്നെ റെഡ് സ്നാപ്പർ, ടൂണ ഫിഷ്, കിങ് പ്രോൺസ്, ഗ്രീറ്റ് ക്രാബ്, കലാമാരി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഔട്ട്സൈഡ്, ഫുഡ് ആൻഡ് ഡ്രിങ്ക് നോട്ട് അലൗഡ്, നോ കവർ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു റിസോർട്ടുമായിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊരു കാസിനോമായിട്ടുള്ള സംഭവമാണ്. ഇവിടെ കരോക്കെ നൈറ്റ് ഇന്ന് രാത്രി 7 മണിക്കുന്നുണ്ട്. ഇത് വേറെ ബീച്ചാണിത്. അപ്പോൾ ഇവിടെ ഫുള്ള്, ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് പശുക്കളും കാളകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഫുള്ള് ബീച്ചിൽ. ജിപ്സി ബീച്ച് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബാണ് അത് കാണുന്നത്. ഇവിടെ ഫുള്ള് വിദേശികളൊക്കെ ഇവിടെ കിടക്കുന്ന കാണാം. നമുക്കിവിടെ വിദേശികളെ കിടക്കുന്ന കാണാം.
ഹലോ ഗൈസ്, ഇത് നമ്മുടെ ബീച്ചിൻ്റെ അടുത്തുള്ള സോൾ ബീച്ച് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേ ഇവരൊക്കെ ഉണ്ടാവും. ഇവിടെ ഫോറിനേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഫോറിനർ അവിടെ കിടക്കുകയാണ്. ഹലോ ഗൈസ്, നമ്മുടെ ഗോവയിൽ ഒരു ബീച്ചിൻ്റെ അടുത്ത് ടോയ്ലറ്റിൻ്റെ പൈസ വേണ്ടി എത്ര രൂപയാണെന്ന് വെച്ചാൽ 5 രൂപയാണ്. 5 രൂപ 10 രൂപ ഒക്കെയാണ് പൈസ വരുന്നത്. ഇവിടെ എൻ്റെ അടുത്തുനിന്ന് 10 രൂപയാണ് വാങ്ങിയത് കൈയ്യേക്കാൻ വേണ്ടിയിട്ട്. ఇంకేం చేశారా? మచ్చలు లెక్కెట్టేశారు, ఎన్ని మచ్చలు కుట్టించారు. బాగున్న కొలతలు మార్చేసినారు. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഗോവ ടൗണാണ്. ഹലോ ഗൈസ്, നമ്മൾ നൈറ്റ് ഷോപ്പിങ്ങിന് പോവുകയാണ്. ഹലോ ഗൈസ്, ഇപ്പോൾ ഉള്ളത് ഗോവയുടെ വേറൊരു ഭാഗത്ത് പനാജി എന്ന സ്ഥലത്ത് ആണ് ഇപ്പോൾ ഉള്ളത്. ഒരു ബീച്ചിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഹലോ ഗൈസ്, ഇവിടെ സ്റ്റാർ ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇതിപ്പോൾ ഒരു റിസോർട്ടാണ് ഇത് സംഭവം. ഇവിടെ റൂംസിന് 1200 രൂപയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. സ്വിമ്മിംഗ് പൂൾ എല്ലാം അടക്കം 24 ഹവേഴ്സിനാണ് റൂമിന് വില. പിന്നെ ഇത് മൾട്ടി ക്യുസൈൻ ഹോട്ടലാണിത്. നമ്മുടെ ഗോവ ഇങ്ങനെ ആവാൻ കാരണം ഇവിടുത്തെ ഗവൺമെൻറ് ഇവരൊക്കെയാണ്. നല്ല ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ ഗോവ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ലിക്വർ അതൊക്കെ പരസ്യമായിട്ടാണ് ഇവിടെ വിൽക്കുന്നത്. അതൊക്കെ ഇവിടെ നല്ല പരസ്യമായിട്ടാണ് വിൽക്കുന്നത്. അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളയിൽ മാതിരിയുള്ള ഓരോ പീടികളിൽ പലചരക്ക് പീടികയിൽ വിൽക്കുന്ന സാധനങ്ങൾ മാതിരിയാണ് ഈ ഗോവയിൽ ലിക്വർ വൈൻ അതൊക്കെ വിൽക്കുന്നത്. അതൊക്കെ ഇവിടുത്തെ എക്സൈസുമാരുടെയും ഇവരുടെയൊക്കെ ഒരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരിതാണ്. പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഗോവ രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ പലതരം വണ്ടികൾ നല്ല മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ കാണുന്നുണ്ട്. നമ്മുടെ ഓരോരോ കാറ്, ബൈക്ക്, നല്ല നല്ല അടിപൊളി വണ്ടികളൊക്കെ. അതൊന്നും നമ്മുടെ കേരളത്തിൽ അതൊന്നും പറ്റില്ല. കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ MVD പിടിച്ച് ഫൈൻ അടപ്പിക്കും. ഇവിടെ എനിക്ക് അങ്ങനെയൊന്നും കാണാൻ തോന്നിയിട്ടില്ല. ഇവിടെ നല്ല അടിപൊളി സംഭവമാണ് വാഹനങ്ങളുടെ കാര്യത്തിൽ. പിന്നെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലാണ് ഇതിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുക. രാത്രിയത്തെ ഡിന്നർ ഇവിടെ നിന്നാണ്. പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഗോവ രജിസ്ട്രേഷൻ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നല്ല ഫുൾ കളറൊക്കെ അടിച്ച് നല്ല ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, ഫുൾ റെഡ് ആണെങ്കിൽ റെഡ് മോഡിഫൈ ചെയ്ത് അടിപൊളിയാക്കി, പച്ച ആണെങ്കിൽ പച്ച, അതൊക്കെ ഇവിടെ നടക്കും. ഗോവ, ബോംബെ, ബാംഗ്ലൂർ അതൊക്കെ ഇവിടെ നടക്കും. നമ്മുടെ കേരളത്തിൽ അതൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ കേരളം വിട്ടിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നത്. ഗൾഫ് കൺട്രീസ്, ഗോവ, ബാംഗ്ലൂർ അവിടെയൊക്കെ പോകുന്നത് പഠിക്കാനും ജോലി ചെയ്യാനും താമസിക്കാനൊക്കെ അതുകൊണ്ടാണ് പോകുന്നത്. നേരെ കാണുന്ന സ്ഥലം അക്സിയ പാംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൾട്ടി ക്യുസൈൻ 4 സ്റ്റാർ ഹോട്ടലാണ്. പിന്നെ ഞാൻ ഇപ്പോൾ നേരെ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്.
അപ്പോൾ ബീച്ചിലേക്ക് ഒന്ന് വെറുതെ ഒന്ന് പോയേക്കാം, എനിക്ക് സമയമായി. ഇവിടെയൊക്കെ കുറേ കടകളുണ്ട്. ഇവിടെ എന്തോരം നല്ല കടകളാണെന്നറിയാം. ഇവിടെ കോട്ടേജ്, ഡോർമെട്രി, അപ്പാർട്ട്മെൻറ്റ്സ്, നല്ലപോലെ അടിപൊളി കടകളൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ ഇന്ത്യൻ, ചൈനീസ്, തന്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സ്പീഡുകളുണ്ട്. നല്ല അടിപൊളി എന്ത് രസമായിട്ടറിയാം. ഇവിടെയൊക്കെ സാധനങ്ങൾ, ഹോട്ടൽസ്, അതൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. ഇവിടെയൊക്കെ കാണാനും ഇവിടെ വന്ന ആൾക്കാർക്ക് പിന്നെ ഇവിടുന്ന് പോകാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥലമാണ് ഗോവ എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർക്ക് ഉറക്കമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇവിടെ 24 hours ഈ വിദേശികളും എല്ലാവരും ഇങ്ങനെ വരുന്ന കാരണം ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഉറക്കമില്ലാന്ന് തോന്നുന്നു. നമ്മുടെ പെട്രോൾ പമ്പ് മാറി 24 hours ഇവിടുത്തെ പീടികൾ, ഹോട്ടലുകൾ അതൊക്കെ ഓപ്പണാണ് ഇവിടെ. എനിക്ക് തോന്നുന്നത് ഈ പാർട്ട് ടൈമായിട്ട് ഇവിടെ ആൾക്കാരങ്ങനെ വെക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ 24 hours ഹോട്ടലുകൾ, പീടികളൊക്കെ ഇങ്ങനെ ഓണായി കിടക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ ഡോഗ്സൊക്കെ ഉണ്ട്, കുറേ പട്ടികളുണ്ട്, പശുക്കളുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഹോട്ടലിൽ വന്നിട്ട് ചിക്കൻ, മട്ടൻ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ അടി കിട്ടും, അല്ലെങ്കിൽ വേറെ തെറിയേക്കും. അവരുടെ ദൈവമാണ്. നമ്മുടെ കേരളം വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബീഫ് കർണാടകയിലൊക്കെ എപ്പോഴും ഇപ്പോൾ തോന്നുന്നുണ്ട്, ഇപ്പോൾ ഉണ്ട് തോന്നുന്നു. അങ്ങനെ ബീഫ് അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് കേരളത്തിൽ മാത്രമാണ് ബീഫ് അലൗഡാണെന്ന് തോന്നുന്നു. കർണാടകയിൽ ഇപ്പോൾ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് എവിടെ അറിയില്ല. അപ്പോൾ ഇത്ര കാര്യമൊക്കെ പറയാനുള്ളൂ. ഇനി ഇവിടുന്ന് നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്, നാട്ടിലേക്ക് പോവുകയാണ്. അത് വേറെ വ്ളോഗൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രാവൽ വ്ളോഗ് ഒന്നെങ്കിൽ ഹൈദരാബാദ് പോവും, അല്ലെങ്കിൽ കന്യാകുമാരി പോവും, അല്ലെങ്കിൽ ട്രിവാൻഡ്രം, കോവളം ബീച്ച് പോവും. ഗോവ ഒന്നാണിപ്പോൾ. അപ്പോൾ കേരള, കർണാടക, തമിഴ്നാട്, ഗോവ, പനാജി ഒക്കെ കവർ ചെയ്ത്. ഇനി പോകാനുള്ളത് കന്യാകുമാരി പോകാണ്ട്, ഹൈദരാബാദ് പോകാണ്ട്, പിന്നെ ശ്രീലങ്ക പോകാണ്ട്. അപ്പോൾ ആ വ്ളോഗ് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. കാരണം എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ പോവുക. അങ്ങനെ പെട്ടെന്നൊന്നും ഇടാൻ പറ്റില്ല. എനിക്ക് തോന്നും എപ്പോഴാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് തോന്നുകയാണ് മറ്റന്നാൾ പോകണമെങ്കിൽ മറ്റന്നാൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ പോകും. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു സന്ദർഭത്തിലായിരിക്കും ട്രാവൽ വ്ളോഗ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമ്മുടെ ഭക്ഷണത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതാണ്. രാത്രിത്തെ ഭക്ഷണം എന്താണെന്ന് കാണിച്ചു തരാം, ഡിന്നർ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ രാത്രിത്തെ ഡിന്നർ ഇവിടെ നിന്നാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ പുറത്തിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഇവർ ഈ മഴ പെയ്യുമ്പോൾ എന്താക്കുമെന്ന് എനിക്കിത് മനസ്സിലാവാത്തത്. ചിലപ്പോൾ ടെൻറ്റ് ഇടണ്ടാവുമായിരിക്കും, എന്തെങ്കിലും ആക്കുണ്ടാവും. ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്ലീസ് ഡു നോട്ട് വേസ്റ്റ് ഓൺ എനി ഫുഡ് ഐറ്റംസ്. റുപ്പീസ് ഫൈൻ, 200 റുപ്യ ഫൈനാണ് അവിടെ. അതൊക്കെ ഇവിടെ ഹോട്ടലിൻ്റെ പേര് എന്താ അറിയില്ല, ഹോട്ടൽ തറവാട് എന്നായ പേര്. ഫാമിലി റെസ്റ്റോറൻറ്റ്, ബാറ് എല്ലാം ഉണ്ട്. മൾട്ടി ക്യൂസൈൻ മറ്റേ ഹോട്ടൽ, റിസോർട്ട് ഇതൊക്കെ ഉണ്ട്. മസാജിങ്സ് ഇതൊക്കെ ഉണ്ട്. ഇത് ഹോട്ടലിൻ്റെ ഒരു ചെറിയ ഭാഗമാണിത്. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വാഷിംഗ് ഡ്രൈയിങ് ഓഫ് ക്ലോത്ത്സ് ഇൻ ഹോട്ടൽ പെർമിഷൻ റൂം സ്ട്രിക്ട്ലി നോട്ട് അലൗഡ്. പെനാൽറ്റി ₹500 ഫൈനാണ്. ഔട്ട്സൈഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് സ്ട്രിക്ട്ലി ആർ നോട്ട് അലൗഡ്. പുറത്തത്തെ ഭക്ഷണമൊന്നും അലൗഡ് അല്ല. ഹോട്ടലിൻ്റെ ഉള്ളിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അത് ബാറാണത്. ഹലോ ഗൈസ്, നമ്മുടെ രാത്രിയിലെ ഭക്ഷണം ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, പിന്നെ പനീർ ബട്ടർ മസാല, ചിക്കൻ പൊരിച്ചത് 2 പിന്നെ വെജിറ്റബിൾസിൻ്റെ ഇതുണ്ട്, പിന്നെ പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. അപ്പോൾ രാത്രി ആയത് കാരണം പൊറോട്ടയും ചപ്പാത്തി ഒന്നും എടുക്കുന്നില്ല. ഫ്രൈഡ് റൈസാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ ഭക്ഷണത്തോടു കൂടി നമ്മുടെ ഇവിടുത്തെ വ്ളോഗ് കഴിയുന്നതാണ്. ഓക്കെ. Thank you.
ഹലോ ഗൈസ്, നമ്മൾ കണ്ണൂരിനടുത്തുള്ള ഏതൊരു ഹോട്ടലിൽ രാവിലെ ചായ കുടിക്കാൻ വന്നതാണ്. കോളേജിലെത്താൻ വേണ്ടിയിട്ട് ഒരു 12 മണിയൊക്കെ ആവും. അതുകൊണ്ട് ചായ കുടിക്കാൻ വന്നതാണ്. ോ